വീണ്ടും ഒരു തിരുവോണമെത്തുന്നു. പതിവ് പോലെ മാവേലി മന്നൻ്റെ സന്ദർശന ദിനമാണ് അത്. ഐതിഹ്യപ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്ര നാളിലാണ് മാവേലിക്ക് മലയാളക്കര സന്ദർശിക്കാനുള്ള അവകാശം. വാമനനാൽ ശിക്ഷിക്കപ്പെട്ട് പാതാളത്തിലേക്ക് പറഞ്ഞയച്ച മാവേലിക്ക് കിട്ടിയ ഒരൗദാര്യം. ഈ ഐതിഹ്യ കഥ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ വാഴ്ത്തപ്പെടുന്നതാണ്. കേരളത്തിൽ ഈ കഥയ്ക്കാണ് പ്രചാരമെങ്കിലും തികച്ചും യുക്തിരഹിതമാണ്. മാവേലി മന്നന്മാർ പാണ്ഡ്യരാജാക്കന്മാരായിരുന്നുവെന്ന വാദം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അവരുടെ പ്രജാക്ഷേമ വാഴ്ചയെ പ്രകീർത്തിക്കുന്ന കഥ അവരുടെ കടന്നുവരവോടെ ഇവിടെയും പ്രചാരത്തിലായതായിട്ട് വേണം കരുതാൻ. കേരളത്തിൽ ഓണാട്ടുകര എന്ന് പ്രസിദ്ധമായ ഒരു ഭൂപ്രദേശം തന്നെയുണ്ടല്ലോ. കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര എന്നീ 3 താലൂക്കുകൾ ചേരുന്ന പ്രദേശമാണ് ഓണാട്ടുകര എന്നറിയപ്പെടുന്നത്. ഇതിൽ മാവേലിക്കര എന്ന സ്ഥലനാമം തന്നെ മതിയല്ലോ മാവേലി മന്നനെ സൂചിപ്പിക്കാൻ. ഈ സ്ഥലം ഒരുപക്ഷെ മാവേലി എന്ന പാണ്ഡ്യരാജാവിൻ്റെ രാജധാനി ആയിരുന്നിട്ടുണ്ടാവാം. പിൽക്കാലത്ത് അത് മാവേലിക്കരയായി അറിയപ്പെട്ടതാകാം. ഓണോത്സവം ഈ പ്രദേശത്ത് തുടങ്ങി ക്രമേണ സമീപ പ്രദേശങ്ങളായ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് ഓണനാടും പിന്നീട് ഓണനാട്ട് കരകളെന്നും അറിയപ്പെടാൻ തുടങ്ങിയതുമാകാം. മലയാളക്കരയാകെ അതിന് പ്രചാരമുണ്ടായെങ്കിലും മലബാറിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ആചാരശുദ്ധിയിൽ അന്തരമുണ്ടാകുന്നതായി കാണാം. നാം ഇപ്പോൾ കൊണ്ടാടാറുള്ള മാവേലി തമ്പുരാന് ഒരു കോമാളി വേഷത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമല്ല. സർവാഭരണ വിഭൂഷിതനും പട്ടാമ്പരധാരിയുമായ തമ്പുരാന് നോക്കുക, കുടവയറും കുടയോലയും. ഒരു രാജാവിന് ഇത് രണ്ടും സംഭവിച്ചുകൂടാത്തതാണ്. മാവേലിയെ നാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് രണ്ട് ഒഴിവാക്കാൻ തയ്യാറാകണം. വാമനൻ ഒരു വടുവായതിനാൽ ഓലക്കുടയും കമണ്ഡലവും അംഗീകരിക്കാം. എന്നാൽ രാജാവിന് ഓലക്കുട തികച്ചും പരിഹാസ്യമാണ്. മാവേലി മന്നനെ വരവേൽക്കുന്ന നാം ചെയ്യേണ്ടത് ഓലക്കുട ഒഴിവാക്കുകയും നമ്മിലൊരാൾ ഒരു മുത്തുക്കുട ആദരവോടെ അദ്ദേഹത്തെ ചൂടിച്ച് അനുധാവനം ചെയ്യുകയുമാണ് വേണ്ടത്. ചരിത്രമോ ഐതിഹ്യമോ കെട്ടുകഥയോ എന്തുമാകട്ടെ, കഥാപാത്രത്തോട് നീതി ചെയ്തില്ലെങ്കിലും പരിഹസിച്ചുകൂടാ.